Hello guys, welcome to Nong Nuch Garden in Pattaya. 500 acres സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ഗാർഡൻ ആണിത്. ഇതിലൊരു ഫുൾ ഡേ കാണാൻ അത്രയുള്ള കാഴ്ചകളുണ്ട്. ഇവിടെ കുറേ ബൊട്ടാനിക്കൽ ഗാർഡൻസും പിന്നെ കുറേ സ്ട്രക്ചേഴ്സ് ഓഫ് അനിമൽസും ഉണ്ട്. Wow, this looks beautiful. കുറച്ചു നേരം നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ കൂടെ നടന്നു. Look guys, ഇത് വെറും സ്റ്റോൺസ് കൊണ്ടുണ്ടാക്കിയ നല്ല ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് ആണ്. ഇതിൽ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു മനുഷ്യൻ നെറ്റിട്ട് വലിക്കുന്ന പോലെയുണ്ട്. ദിസ് ഷോസ് ഇസ് ടാലൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ തായ്ലൻഡ്. ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും എല്ലാം അവൈലബിൾ ആണ്. ഇങ്ങനെ സ്കൈ വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗാർഡൻ്റെ ഫുൾ ഹൈ വ്യൂ കിട്ടും കേട്ടോ. ദിസ് വാസ് സ്റ്റണ്ണിങ് വ്യൂ. ഇത് കഴിഞ്ഞ് അവരുടെ സ്വന്തം വെഹിക്കിൾ നമ്മളെ ഗാർഡൻ മുഴുവൻ കാണിച്ചു തന്നു കേട്ടോ. ഒരുപാട് അനിമൽസ് ഇതുപോലത്തെ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ഒരുപാട് പഴക്കമുള്ള ബോൺസായി കാക്ടസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ കളർഫുൾ കാക്ടസസ് വരെ അവൈലബിൾ ആണ്. ഗൈസ്, ഇത് തായ്ലൻഡ് പൈനാപ്പിൾ ആണ്. തായ്ലൻഡിലെ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ജ്യൂസി ആയിരിക്കും. ഈ ഫ്ലവർ പോട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലെ ബുദ്ധാസാണ്. തായ് ബുദ്ധ, ചൈനീസ് ബുദ്ധ, പിന്നെ ആണെങ്കിൽ വിയറ്റ്നാം ബുദ്ധ വരെ ഇവിടെ ഉണ്ട്. ഡൈനോസർ വാലിയാണ് ഇവിടുത്തെ നെക്സ്റ്റ് ഫേമസ് അട്രാക്ഷൻ. 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇതിൽ എല്ലാ അനിമലും നല്ല ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. 1980 ഈ ഗാർഡൻ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഡൈനോസർ വാലിയിൽ നമ്മൾ കുറേ നേരം കളിച്ചു. ഇതൊരു വർത്ത് വിസിറ്റിംഗ് പ്ലേസ് ആയിരുന്നു, എസ്പെഷ്യലി ഫോർ കിഡ്സ്. നമ്മൾ ഡൈനോസേഴ്സിൻ്റെ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചു. ഈ ഡൈനോസേഴ്സിൻ്റെ അടിയിൽ കൂടെ പോകുന്നതൊക്കെ നല്ല രസമായിരുന്നു. അത്രയും വലുതായിരുന്നു ഈ ഡൈനോസേഴ്സ്. നല്ല മൈന്യൂട്ട് പെർഫെക്ഷനും കൊണ്ടാണ് എല്ലാ അനിമൽസും ഇവിടെ ചെയ്തിരിക്കുന്നത്. ദ ക്രിയേറ്റർ ഓഫ് ദിസ് ഗാർഡൻ ഡിസേർവ് എ ലോട്ട് ഓഫ് അപ്ലോസ്. The beauty of this garden is mesmerizing. This ticket price is a bit more expensive than the other gardens, but the experience it deserves, it's worth the money. There are a lot more to see in the garden which are not included in the video. ഇതിനകത്ത് ഇന്ത്യൻ cuisine, Thai cuisine, continental cuisines എല്ലാം അവൈലബിൾ ആണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ബുദ്ധ ടെമ്പിളിലേക്കാണ്. ബുദ്ധ ടെമ്പിൾ എല്ലാം നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഷോൾഡേഴ്സ് ആൻഡ് നീസ് കവേർഡ് ആയിരിക്കണം. ഈ കാണുന്നത് ആൾക്കാർ ഓഫർ ചെയ്തിരിക്കുന്ന പ്രേയേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ലാഫിംഗ് ബുദ്ധ, സ്ലീപ്പിംഗ് ബുദ്ധ, സ്റ്റാർവിംഗ് ബുദ്ധ എല്ലാം കാണാൻ പറ്റും. ഇവിടെ കോയിൻ നേരെ വെച്ച് കഴിഞ്ഞാൽ ലക്ക് കൊണ്ടുവരുന്നുള്ളൊരു ബിലീഫ് ഉണ്ട്. ആ കാണുന്നത് ബീച്ചാട്ടോ.